പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആലുവ പരിസരത്ത് അടുത്തിടെയായിട്ട് കുറച്ച് മോഷണങ്ങൾ നടന്നതായിട്ട് പ്രേക്ഷകർ അറിഞ്ഞിരുന്നല്ലോ. ആ മോഷണ പരമ്പരകളിൽ എങ്ങും എത്തിയിട്ടില്ല അന്വേഷണം. ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. ആരാണോ എന്ന് മോഷണം നടത്തിയത് ഒരാൾ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിയുന്നില്ല. CCTV ദൃശ്യങ്ങളിൽ നിന്നും മോഷ്ടാവിനെ കുറിച്ച് സൂചനയും ലഭിച്ചില്ല. ആദ്യത്തെ മോഷണം കാസിനോ തിയേറ്ററിന് സമീപത്തെ വീട്ടിലായിരുന്നു. രണ്ടാമത്തെ മോഷണം റൂറൽ SP-യുടെ ക്യാമ്പ് ഓഫീസിന് തൊട്ടടുത്ത വീട്ടിൽ നിന്നായിരുന്നു. നമ്മൾ ഈ തീക്കെട്ടിൽ ഉറുമ്പരിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെ ഉറുമ്പിൻ തീക്കെട്ടയുടെ തൊട്ടടുത്തായിരുന്നു രണ്ടാമത്തെ മോഷണം. S ശരൺ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ് ശരൺ. ഇരുട്ടിൽ തപ്പുകയാണോ പോലീസ്? ഇത് ഈ മോഷണം നടത്തിയത് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലെന്ന് മാത്രമല്ല, SP ഓഫീസിന്റെ ക്യാമ്പ് ഓഫീസിന്റെ തൊട്ടടുത്ത് നടന്ന മോഷണമാണ്. എന്നിട്ടും പോലീസിന് തുമ്പുകളൊന്നും ശേഖരിക്കാൻ പറ്റുന്നില്ലേ? ഇതിപ്പോ വീട്ടിൽ കിടന്ന് തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയാണോ ആ പരിസരത്ത്? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഏതായാലും അത്തരത്തിലൊരു സാഹചര്യമാണ് ഇപ്പോൾ ആലുവയിൽ ഉള്ളതെന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, കുറ്റകൃത്യങ്ങളുടെ വലിയ തോതിൽ തന്നെ, അതായത് കുറ്റകൃത്യങ്ങൾ ഒരുപാട് പെരുകിയിരുന്ന ഒരു നാടാണ് ആലുവ. എന്നാൽ സമീപകാലത്തായിട്ട് ഒരു സമാധാന അന്തരീക്ഷം വീണ്ടെടുത്തിരുന്നു. എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ മോഷണ പരമ്പര അരങ്ങേറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാഴ്ചക്കിടെ 2 മോഷണങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇതിൽ ഒരു വശത്ത് കാണിക്കേണ്ടത്, അതായത് ഞാൻ നിൽക്കുന്ന ഈ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ മാത്രം അകലെയാണ് റൂറൽ SP-യുടെ ക്യാമ്പ് ഓഫീസ് ഉള്ളത്. അങ്ങനെ ക്യാമ്പ് ഓഫീസിന് സമീപത്ത് ഒരു വീട്ടിൽ കൂടിയാണ് മോഷണം നടന്നിരിക്കുന്നത്. ഇത് ജോർജ് സേവിയർ എന്ന ആളുടെ വീടാണ്. ഇദ്ദേഹവും കുടുംബവും ഓസ്ട്രേലിയയിലാണ്. അങ്ങനെ പൂട്ടിക്കിടക്കുന്ന സമയത്താണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. പ്രധാനമായും അയൽവാസിയായ ഒരാളെ ഈ ലൈറ്റ് ഇടാനായിട്ട് ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം 2 ദിവസം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വീടിന്റെ പൂട്ട് പൊളിച്ചിരിക്കുന്നത്, അതായത് വാതിലിന്റെ പൂട്ട് പൊളിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനുശേഷം പോലീസ് എത്തി അന്വേഷണം നടത്തിയപ്പോൾ, പരിശോധന നടത്തിയപ്പോൾ ഇവിടെ മോഷണം നടന്നിട്ടുണ്ട്. 7.5 പവൻ സ്വർണ്ണമാണ് ഇവിടെ നിന്ന് കവർന്നിരിക്കുന്നത്. അലമാരയും വാതിലും ഒക്കെ തന്നെ തകർന്ന നിലയിലാണ് ഉള്ളത്. എന്തായാലും ഇതോടൊപ്പം തന്നെയാണ് ഈ കാസിനോ തിയേറ്ററിന് സമീപത്ത് ഇതിനു മുൻപ് ഒരു മോഷണം നടന്നിരുന്നത്. ആ പ്രതി ആരാണെന്ന് കണ്ടെത്താനുള്ള വലിയ പരിശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് പരിശോധിച്ചിരുന്നു. അതിൽ നിന്ന് മോഷ്ടാവിനെ സംബന്ധിച്ച് ഒരു തുമ്പും ലഭിക്കാത്തൊരു സാഹചര്യത്തിനിടയിലാണ് ഇവിടെ മോഷണം നടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഫിംഗർ പ്രിന്റ് വിദഗ്ധരടക്കം ഇവിടെ എത്തി പരിശോധന നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും പോലീസ് ഈ പ്രതി ആരാണെന്ന കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്, ജനസാന്ദ്രതയേറിയ പ്രദേശമാണ്, ഒരുപാട് വീടുകളുള്ള പ്രദേശമാണ്. അങ്ങനെ ഒരു ഏരിയയിൽ കൂടിയാണ് ഇപ്പോൾ ഈ മോഷണം നടന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഇപ്പോൾ പ്രധാനമായും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചതിൽ നിന്ന് ഈ വീട്ടിൽ മോഷണം നടത്തിയത് ആരാണെന്നുള്ളത് ഒരു തുമ്പ് പോലും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2 കേസുകളായിട്ട് എടുത്തുള്ള അന്വേഷണമാണ് ആലുവ പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ആളുകൾ, സമീപത്തുള്ള ആളുകളുടെ മൊഴിയൊക്കെ തന്നെ രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇരുട്ടിൽ തപ്പി മുന്നോട്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി മാറുന്നത്. എന്തായാലും നേരത്തെ തന്നെ പോലീസിനെ സംബന്ധിച്ച്, അതായത് സ്വാഭാവികമായിട്ടും ഇവിടെ വലിയ സുരക്ഷയുള്ളൊരു പ്രദേശമാണ്. റൂറൽ SP-യുടെ ക്യാമ്പ് ഓഫീസിന് സമീപത്തുള്ള ഒരു വീട് കൂടിയാണ്. അപ്പോൾ ഈ പ്രദേശത്താകെ തന്നെ പട്രോളിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നൊരു പ്രദേശം കൂടിയാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് ഈ മോഷണം നടന്നിരിക്കുന്നത് എന്നുള്ളതും പ്രധാനമാണ്. എന്തായാലും ഇപ്പോഴും പോലീസുമായി സംസാരിക്കുമ്പോൾ അവർ പരമാവധി ശ്രമത്തിലാണ്, എങ്ങനെയെങ്കിലും ഈ മോഷ്ടാവിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിലാണ്. കാരണം ഇനിയും കൂടുതൽ മോഷണങ്ങൾ ആവർത്തിക്കാൻ പാടില്ല, അത് തടയാനുള്ള ശ്രമം കൂടിയാണ് നടക്കുന്നതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. തിരക്കേറിയ ഒരു സ്ഥലത്ത്, കണ്ണായ ഒരു സ്ഥലത്ത് SP ഓഫീസ് ക്യാമ്പ് ഓഫീസിന്റെ തൊട്ടടുത്ത് നടന്ന മോഷണമാണ്. എന്നിട്ടും പോലീസിന് കള്ളനെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. എന്നാലും ഇത്ര വിദഗ്ധനായ കള്ളൻ ആരായിരിക്കും? അവനിങ്ങനെ ഉണർന്നിരിക്കുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഉറങ്ങും എന്നുള്ളതാണ് ആലുവ പരിസരത്തുള്ള ആൾക്കാരുടെ ചോദ്യം. എന്തായാലും പോലീസ് പിടികൂടും എന്ന് തന്നെ പോലീസ് പറയുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം.